ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട. കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതെങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ടൈപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ചന്ദനക്കാരൻ മാങ്ങയാണ്. അത് ചെറിയ മാങ്ങയായിരിക്കും. അതിങ്ങനെ പിഴിഞ്ഞ് നമ്മൾക്ക് എടുക്കാനും പറ്റും. അങ്ങനത്തെ മാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ആദ്യമേ തന്നെ മാമ്പഴ പുളിശ്ശേരിയുടെ അരപ്പ് നമ്മൾക്ക് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ തേങ്ങ ചിരവിയത് എടുക്കുന്നുണ്ട്. 3/4 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുക്കുന്നത്. തേങ്ങ ചിരവിയതൊക്കെ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി അതിനകത്തേക്ക് 1/2 കപ്പ് പുളിയുള്ള തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. തൈര് നമ്മൾക്ക് അരയ്ക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഈ മാമ്പഴ പുളിശ്ശേരിയിൽ നമ്മൾ ഉള്ളിയോ പച്ചമുളകോ ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് സൈഡിലോട്ട് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ശർക്കര പെട്ടെന്ന് തന്നെ ഉരുക്കിയെടുക്കാം. അതിനായിട്ട് 2 അച്ച് ശർക്കര എടുക്കുക. അതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഉരുക്കാനായിട്ട് വെക്കാം. ഇത് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒഴിക്കുന്ന സമയത്ത് പറയാം. ഇപ്പോൾ ദാ ശർക്കരയൊക്കെ നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അരിച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ ടൈപ്പ് മാങ്ങയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ തൊലി നമ്മൾ ചെത്തിക്കളയല്ല ചെയ്യേണ്ടത്. കൈ വെച്ചിട്ട് ഇതേപോലെ ഉരിച്ച് കളയാണ് വേണ്ടത്. തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഞാനിവിടെ ഇപ്പം 5 മാങ്ങയാണ് എടുക്കുന്നത്. 5 എണ്ണത്തിൻ്റെയും തൊലി കളഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാങ്ങ വേവാനായിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾക്കിത് അടുപ്പത്തോട്ട് വെക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുത്ത് അടച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മാങ്ങയൊക്കെ ഇവിടെ ഇപ്പം കുറച്ച് നേരമായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. മാങ്ങ ഏതാണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ച ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. ശർക്കര നീര് 1/4 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം മാങ്ങയുടെ ഒരു മധുരം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കര നീരെല്ലാം കുറച്ചൊന്ന് വറ്റി വരണം. അത്രയും സമയം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കര നീരൊക്കെ കുറേശ്ശെ വറ്റി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ചുറ്റിച്ചു കൊടുക്കുക. നെയ്യിലും ശർക്കര നീരിലും കിടന്ന് ഈ മാങ്ങയെല്ലാം കുറച്ചൊന്ന് വഴണ്ട് വരണം. അത്രയും സമയം ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഈ നെയ്യിലും ശർക്കര നീരിലും കിടന്ന് മാങ്ങയൊക്കെ നല്ലപോലെ വഴണ്ട് വരുമ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരയ്ക്കുന്ന സമയത്ത് നമ്മൾക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം പോലെ തേങ്ങ അരയ്ക്കരുത്, കുറച്ച് കെട്ടിയായിട്ട് വേണം തേങ്ങ അരച്ചെടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചുറ്റിച്ചു കൊടുത്താലും മതി. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ തൈരൊക്കെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദാ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് താളിക്കാനായിട്ട് വേറൊരു പാത്രം വയ്ക്കാം. ഞാനിവിടെ ഇപ്പം ഇതേപോലത്തെ ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിൽ വേണം നമ്മളിത് താളിക്കാനായിട്ട്. വെളിച്ചെണ്ണയിൽ താളിച്ചാൽ അത്രയും ടേസ്റ്റ് കാണത്തില്ല. നെയ്യ് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം ബാക്കി ചേരുവകൾ ഇട്ട് കൊടുത്താൽ മതി. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. 3-4 ഉണക്കമുളക് ഇതേപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഉലുവയാണ്. 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ പൊടിയല്ല, മുഴുവനായിട്ടുള്ള ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനകത്ത് നമ്മൾ ഉള്ളിയോ ഇഞ്ചിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതാണ് കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരിയുടെ പ്രത്യേകത. വളരെ എളുപ്പമാണ് നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട്, അതേസമയം നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ കടുക് വറുത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് കഴിഞ്ഞു. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇരിക്കും തോറും ഇത് നല്ലപോലെ ഒന്നും കൂടെ കുറുകി വരും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അതേസമയം നല്ല ടേസ്റ്റും ആയിരിക്കും.
ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്